Hello, welcome back to my tiny world. Nurukku gothambu kondu പോഷക സമ്പുഷ്ടമായ ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഉപ്പുമാവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നുറുക്ക് ഗോതമ്പ് 1 കപ്പ് നല്ലപോലെ കഴുകി എടുത്തത്, 2 കപ്പ് വെള്ളത്തിൽ, അതായത് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. അതിനുശേഷം ഫുൾ പ്രഷർ റിലീസ് ആയതിനു ശേഷം തുറന്ന് കുറച്ച് ആറാൻ വേണ്ടി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത്, 10 അല്ലി വെളുത്തുള്ളി, 10 മുതൽ 15 അല്ലി വരെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മീഡിയം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പം നിങ്ങൾ ആ കണക്കിന് എടുക്കണം. പിന്നെ കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, കിസ്മിസ്, നട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വീട്ടിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. 3 ടേബിൾ സ്പൂൺ ഉഴുന്ന്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ നല്ലപോലെ ചിരണ്ടി എടുക്കുക. 1/2 മുതൽ 3/4 മുറി വരെ എടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും എടുക്കാം, റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് ഒരു 4 കറിവേപ്പില തണ്ട്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ഈ നട്ട്സ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ആദ്യം മുന്തിരിയാണ് മൂപ്പിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ മുന്തിരി കരിഞ്ഞു പോവും. അതുകൊണ്ട് ആദ്യം മുന്തിരി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കി നട്ട്സ്, അണ്ടിപ്പരിപ്പും ബദാമും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഒത്തിരി നട്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കപ്പലണ്ടിയാണോ ഉള്ളതെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഏതാണോ ഉള്ളത് അതിന് നിങ്ങളുടെ സൗകര്യം പോലെ എടുത്ത് ഉപയോഗിക്കുക. കൂടുതൽ നട്ട്സ് വേറെയും കയ്യിൽ വാൾനട്ട്സ് എടുക്കാം, ഹേസൽ നട്ട്സ് എടുക്കാം, ഏതാണോ ഉള്ളത് നിങ്ങൾക്കതെല്ലാം എടുക്കാം. അപ്പം ഞാനിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഇട്ട് മൂപ്പിക്കാം. ആദ്യം ഞാൻ ഉഴുന്നൊന്ന് മൂപ്പിക്കുകയാണ്. അതും ഒത്തിരി സമയം മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പം അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് പച്ചമുളക് എരിവ് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അത് തീരെ എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക, എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതെടുക്കാം. ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ആയാലും മതി, പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളി നമുക്ക് 1 കപ്പ് വരെ എടുക്കാം, നല്ല ടേസ്റ്റിയാണ് അത് കൂടുതൽ എടുക്കും തോറും. അപ്പോൾ ചെറിയ ഉള്ളി ഞാനൊന്ന് ഇട്ടു. കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്ത് സോട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പം നമുക്കതൊന്ന് നല്ലപോലെ ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് അതൊന്ന് സോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ എല്ലാം കൂടി ചേരുന്ന മാതിരി ഇളക്കി കൊടുക്കുക. അപ്പം വെള്ളമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഈ ഗോതമ്പ് നമ്മൾ കുക്കറിലോട്ട് ഇടുമ്പോൾ അത് കറക്റ്റ് മുങ്ങിക്കിടക്കുന്ന ആ പരുവത്തിലോട്ട് മാത്രം നിങ്ങൾ വെള്ളം ഒഴിക്കാവൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോയാൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നല്ലപോലെ വിട്ട് കിടക്കുന്ന പരുവത്തിലാവുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാവും. അപ്പോൾ ഒത്തിരി ന്യൂട്രീഷ്യസ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരം ഈവനിങ് സ്നാക്കിനാണെങ്കിലും നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ അറിവുകൾക്കായി കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.